നമസ്കാരം. വാഹനത്തിലെ പുക മലിനീകരണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞോ എന്ന് ഇടയ്ക്ക് പോലും നോക്കാത്തവരാണ് നിങ്ങളെങ്കിൽ പണി വരുന്നുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 1000 രൂപ പിഴയടച്ചാൽ രക്ഷപ്പെടാമെന്ന ചിന്ത ഇനി വേണ്ട. പിഴ 10 ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. അതും പോരാതെ കുറ്റം ആവർത്തിച്ചാൽ നിർബന്ധിത സാമൂഹ്യ സേവനവും 6 മാസം തടവ് ശിക്ഷയും വരെ ലഭിച്ചേക്കാവുന്ന കൊടും കുറ്റമായി പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മാറിയിട്ടുമുണ്ട്. കുറച്ചു കാലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയാണിത്. 2025 മാർച്ച് 1 മുതൽ ഇത് നടപ്പാക്കിയെന്നാണ് പ്രചരിക്കുന്ന സന്ദേശത്തിലെ അവകാശവാദം. ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞെങ്കിലും എത്രയാണ് ശരിക്കുള്ള ഫൈൻ എന്ന് നോക്കാം. 2019 മോട്ടോർ വാഹന ഭേദഗതി പ്രകാരം നിരവധി മാറ്റങ്ങൾ ട്രാഫിക് നിയമ ലംഘന പിഴകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വാഹന ഗതാഗത ഉപയോക്താക്കളുടെ എതിർപ്പ് കണക്കിലെടുത്ത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന നിയമ ലംഘനങ്ങൾക്ക് നിലവിലെ കോമ്പൗണ്ടിംഗ് നിരക്ക് ഗണ്യമായി കുറച്ചുകൊണ്ട് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. പ്രത്യേക ശിക്ഷ പറയാത്തവയ്ക്ക് ആദ്യ കുറ്റത്തിന് 250 രൂപയും അത് ആവർത്തിച്ചാൽ 500 രൂപയുമാണ് പിഴ ഈടാക്കുന്നത്. അധികാരികളുടെ ഉത്തരവ് പാലിക്കാത്തതിനും തെറ്റായ വിവരം രേഖ നൽകൽ എന്നീ കുറ്റങ്ങളോടെ പിഴ 1000 രൂപയാണ്. കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്നതിന് 1000 രൂപയും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കലിന് 5000 രൂപയുമാണ് പിഴ ഈടാക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ആളെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ 5000 രൂപയാണ് പിഴ. അമിത വേഗത്തിന് വാഹന ഉടമയ്ക്ക് ആദ്യ കുറ്റത്തിന് 3000 രൂപയും അപകടകരമായ ഡ്രൈവിംഗ് അതായത് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് മാത്രം 2000 രൂപയുമാണ് പിഴ വരുന്നത്. ഈ കുറ്റം ആവർത്തിച്ചാൽ 5000 രൂപ പിഴ വരും. വാഹനങ്ങളുടെ രൂപമാറ്റത്തിന് 5000 രൂപ അതായത് ഓരോ രൂപമാറ്റത്തിനും 5000 രൂപയാണ് പിഴ ചുമത്തുന്നത്. പന്തയോട്ടം ആദ്യ കുറ്റത്തിന് 5000 രൂപയും കുറ്റം ആവർത്തിച്ചാൽ 10000 രൂപയുമാണ് പിഴ. അമിത വേഗം അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അമിത വേഗത്തിൽ ഓടിച്ചാൽ 1500 രൂപയാണ് ഫൈന്. മീഡിയം മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നിവ അമിത വേഗത്തിൽ ഓടിച്ചാൽ 3500 രൂപയാണ് പിഴ. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ശബ്ദവായു മലിനീകരണം ആദ്യ കുറ്റത്തിന് 2000 രൂപയാണ്. പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ 2 വീലർ ആൻഡ് 3 വീലർ ആദ്യ കുറ്റത്തിന് 3000 രൂപയായും ഈ കുറ്റം ആവർത്തിച്ചാൽ 7500 രൂപയും പിഴ ഇടാം. അമിത ഭാരത്തിന് അതായത് അനുവദനീയമായ ഭാരത്തിന് മുകളിൽ ഓരോ ടണ്ണിന് 1500 രൂപ എന്ന നിരക്കിൽ പരമാവധി 10000 രൂപയായി കുറച്ചിട്ടുണ്ട്. അമിത ഭാരം നിർത്താതെ പോയാൽ 20000 രൂപയും. അനുവദനീയമായതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയാൽ ഓരോ അധിക യാത്രക്കാരനും 100 രൂപ വീതം പിഴ ഈടാക്കും. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 500 രൂപയാണ് പിഴ. ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 500 രൂപ. ആംബുലൻസ് അല്ലെങ്കിൽ ഫയർ സർവീസ് എന്നിവയ്ക്ക് സൈഡ് കൊടുക്കാതിരുന്നാൽ 5000 രൂപ വരെ പിഴ ഈടാക്കും. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ ആദ്യ കുറ്റത്തിന് 2000 രൂപയാണ് പിഴ ചുമത്തുന്നത്. ആവർത്തിച്ചാൽ അത് 4000 രൂപയാവും പിഴ. രജിസ്റ്റർ ചെയ്യാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ ആദ്യ കുറ്റത്തിന് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 3000 രൂപയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഗുരുതരമായ കുറ്റമായി കണക്കാക്കും. 10000 രൂപ പിഴയും 6 മാസം വരെ തടവുമാണ് ആദ്യ തവണത്തെ നിയമലംഘനത്തിനുള്ള ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 15000 രൂപ വരെ പിഴയും 2 വർഷം വരെ തടവും അനുഭവിക്കേണ്ടി വരും. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങളിൽ ഒന്നായാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കണക്കാക്കുന്നത്. 2000 രൂപ വരെ പിഴയും 3 മാസം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണിത്. ആവർത്തിച്ചാൽ 4000 രൂപയായി പിഴ ഉയരും.